ഈ മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് അത് മറ്റേ സെൻസേഷനുകളില്ല, കെട്ടുകഥകളില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന ആൾ പുതിയ ചാനലിൽ വന്നുകൊണ്ട് പിന്നെ ആമുഖം പറയാം. ഏത് ഈ ചാനലിൻ്റെ പ്രത്യേകത അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരും കേൾക്കുവാൻ മനസ്സിലാവുമല്ലോ. മാധ്യമത്തിൻ്റെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് മാത്രം. യഥാർത്ഥത്തിൽ ഈ ശ്രീലങ്കയിൽ നടന്ന ആക്രമണവും ഈസ്റ്റർ ആക്രമണവും പിന്നീട് നമുക്ക് ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ എഴുതാം? അല്ല, അത് അമിത മാഷിപ്പതിൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞു. എനിക്കതിൽ ആഡ് ചെയ്യാൻ ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇതൊക്കെ വാർത്ത വരുന്ന സമയത്ത് ഇപ്പോൾ ഇതന്ന് കേരളത്തിലും തന്നെ ഒരു ഇസ്ലാമോഫോബിയക്ക് വലിയ ആയുധമായിട്ട് ഈ ശ്രീലങ്കയിൽ 2019 നടന്ന ഈ വിഷയത്തെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം അന്ന് 300ഓളം ആൾക്കാരന്ന് മരണപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് അതൊരു മുസ്ലിം ടീം ചെയ്തതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അവിടുത്തെ തമിഴ്നാട്ടിലെ ചില മുസ്ലിം സംഘടനകൾ അതിന് സംശയത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി അന്വേഷണത്തിലൊക്കെ വന്നിരുന്നു. അതൊക്കെ ചൂട് പിടിച്ചുകൊണ്ട് കേരളത്തിലോ ഈ ജാതികൾക്കൊക്കെ വേഗം മരുന്ന് വെക്കുക, അങ്ങനെ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അന്ന് ആരൊക്കെയാണോ ഇത് ഈ രീതിയിൽ പ്രചരിപ്പിച്ചത് അവർക്ക് സത്യസന്ധത ഉണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ ആ പണിയെടുക്കൂലല്ലോ. പക്ഷെ ഉണ്ടെങ്കിൽ അവർ ഈ സമയത്ത് എന്ത് ചെയ്യണം, മാപ്പ് പറയേണ്ടതുണ്ട്. അവർ മാപ്പ് പറയണം, മിനിമം മാപ്പ് പറയണം. പിന്നെ പത്രങ്ങളും തന്നെ, മലയാള പത്രങ്ങളത്തെ കാര്യം തന്നെ ഞാൻ പറയുന്നത്, ഏത് കാര്യത്തിനും അവർ മുഖപ്രസംഗവും നൈതികതയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ടല്ലോ അല്ലേ. എന്നാൽ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടാവുമ്പോൾ അന്ന് എത്ര സ്ഥലത്തിന് കൊടുത്തോ, അന്ന് ഏതൊക്കെ പേജിൽ ഇത് വാർത്ത വന്നോ കൊടുത്തോ, അത്ര പേജിലും അത്ര വലിയ അക്ഷരത്തിലും തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇതിൻ്റെ ഈ യഥാർത്ഥ വസ്തുതയും അവരറിയിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അതിനോടൊരു നീതി പുലർത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് പലപ്പോഴും ഉണ്ടാവാറില്ല. അതെവിടെയെങ്കിലും ഒരു ചെറിയ രൂപത്തിൽ പിന്നെ അത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തീവ്രവാദികളാക്കാൻ എന്തെങ്കിലും ഒരു സംഗതി കിട്ടുമെന്ന് കളമശ്ശേരി സ്ഫോടനം ആ സമയം രാവിലത്തെ 11 മണി വരെയുള്ള സമയം ഓർമ്മല്ലേ, എന്താ നടന്നതെന്ന് പോലും. അപ്പം എത്ര എയർ ടൈം ചാനലുകൾ അന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടോ, അത്ര എയർ ടൈമെങ്കിലും ഈ വിഷയം അപഗ്രഥിക്കാൻ എന്തൊക്കെ ഫീച്ചറുകൾ കൊണ്ടുവരാം. ഇപ്പം നേരത്തെ അമിത് മാഷ പറഞ്ഞ രൂപത്തിൽ മെക്ക മസ്ജിദ് മുതൽ പിന്നെ നമ്മുടെ സംശോധ എക്സ്പ്രസ്, മലേഗാവ്, ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഒരു സംഘടനകളുടെ പേര് പറഞ്ഞിരുന്നു. പിന്നെ അവസാനം കണ്ടെത്തിയത് ആരെയെന്ന് നമുക്കറിയാലോ. പിന്നെ അവരൊക്കെ എവിടെ എത്തിയെന്ന് നമുക്കറിയാലോ അല്ലേ. ഈ പ്രശ്നങ്ങൾ രണ്ടിനെ കൂട്ടി വെച്ചുകൊണ്ട് ഇവിടുത്തെ മതനിരപേക്ഷ പക്ഷത്തുള്ള പത്രങ്ങൾക്കും ചാനലുകൾക്കും എന്തുകൊണ്ട് സ്റ്റോറി ചെയ്തുകൂടാ? അപ്പോഴല്ലേ ഈ നരേറ്റീവ് മാറുക. ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴാണെന്ത് ഇത് യഥാർത്ഥത്തിൽ എന്തല്ല, ഈ പിന്നെ ഭരണകൂടം തന്നെ കൃത്രിമമായി ഉണ്ടാക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഈ രാജപക്സെ സർക്കാരിന് കീഴിലെ IB മേധാവി സുരേഷ് സാലെ അല്ലേ, അയാളാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയുമ്പോൾ അവരെന്നെ ആസൂത്രണം ചെയ്തുണ്ടാക്കി എന്നുള്ളത് പറയുന്നത് അത് ചില്ലറ വിഷയമല്ലല്ലോ. അതിനനുസരിച്ച് ആ വാർത്ത കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അപഗ്രഥിക്കപ്പെട്ടിട്ടില്ല. അതിൽ മാധ്യമങ്ങൾ കുറ്റക്കാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.